السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്തുൽ കാഫിറൂൻ. കാഫിറൂൻ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ അഥവാ സത്യത്തെ നിഷേധിക്കുന്നവർ എന്നൊക്കെയാണ് അർത്ഥം. ഈ സൂറത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട്. പല സുന്നത്ത് നിസ്കാരങ്ങളിലും ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തഅദിലു റുബുഅൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഖുർആനിൻ്റെ 4/1 തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഒരാൾ ഒരു തവണ ഓതിയാൽ ഖുർആനിൻ്റെ 4/1 ഓതിയതിൻ്റെ പ്രതിഫലം കൂലി അവന് ലഭിക്കുന്നതാണ് എന്നർത്ഥം. ഈ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം, അവിശ്വാസികളിൽ ചിലർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഓ മുഹമ്മദേ, നീ ആരാധിക്കുന്നതിനെ ഞങ്ങളും ഞങ്ങൾ ആരാധിക്കുന്നതിനെ താങ്കളും ആരാധിക്കൂ. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഖുൽ, നബിയെ, തങ്ങളവരോട് പറയൂ, യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഞാനിപ്പോൾ ആരാധിക്കുന്ന ഏകനായ അല്ലാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. നിങ്ങളുടെ ആരാധനയെ ഞാൻ ആരാധിക്കുന്നില്ല, എൻ്റെ ആരാധനയെ നിങ്ങളും ആരാധിക്കുന്നില്ല. ഷിർക്കിൻ്റെ അടിവേരറുത്ത് തൗഹീദിനെ സ്ഥാപിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധ്യനക്കർഹൻ അല്ലാഹു തആല മാത്രമാണ് എന്ന വിശ്വാസമാണല്ലോ തൗഹീദ്. ഇതിന് നേരെ വിരുദ്ധം ഷിർക്കും. ഈ സൂറത്തിലെ അവസാനത്തെ ആയത്ത്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇങ്ങനെയാണ് പല രാഷ്ട്രീയക്കാരും വിവരമില്ലാത്തവരും ഖുർആൻ പരിഭാഷ നോക്കി അർത്ഥം പറയുന്നവരുമൊക്കെ പറയാറുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന ഒരു ആശയം ഈ ആയത്തിന് പറയാനേ പാടില്ല. കാരണം ഈ ആയത്തിൻ്റെ ആശയം മൻസൂഖാണ്, ദുർബലപ്പെടുത്തപ്പെട്ടതാണ്. നാം സാധാരണ ഓതി പഠിക്കാറുള്ള, പള്ളി ദർസുകളിലൊക്കെ പഠിക്കാറുള്ള തഫ്സീറുൽ ജലാലൈനിൽ പോലും ഈ കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നതിൻ്റെ അർത്ഥമായിട്ടോ ആശയമായിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറയാനേ പാടില്ല. പറഞ്ഞു വന്നത്, വളരെയേറെ മഹത്വമുള്ള സൂറത്തായ സൂറത്തുൽ കാഫിറൂൻ നാം നിസ്കരിക്കുന്ന പല സുന്നത്ത് നിസ്കാരങ്ങളിലും ഓതൽ പ്രത്യേകം സുന്നത്താണ്, പുണ്യമുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലെ 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തും ഓതൽ പ്രത്യേകം സുന്നത്താണ്. അതേപോലെ തന്നെ തവാഫിൻ്റെ ശേഷം നിസ്കരിക്കുന്ന തവാഫിൻ്റെ സുന്നത്ത് നിസ്കാരത്തിലും ഇപ്രകാരം ഓതൽ സുന്നത്തുണ്ട്. മഗ്രിബിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിലും ളുഹാ നിസ്കാരത്തിലും വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച രാത്രി നിസ്കരിക്കുന്ന മഗ്രിബ് നിസ്കാരത്തിലും ഇപ്രകാരം അഥവാ 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും 2-ാമത്തെ റക്അത്തിൽ
ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതൽ പ്രത്യേകം സുന്നത്താണ്. ഇതേപോലെ വിത്റിലെ അവസാനത്തെ 3 റക്അത്തിലെ ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോഴും സൂറത്തുൽ കാഫിറൂൻ ഓതൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഓതൽ പ്രത്യേകം സുന്നത്തായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈ സൂറത്ത് ഒരു തെറ്റും കൂടാതെ ഓതി പഠിക്കാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഈ സൂറത്ത് നമുക്ക് ഓതി പഠിക്കാം. ആദ്യം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. ശേഷം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഒന്നാമത്തെ പദമായ ഖുൽ, ഇവിടെ പലരും ഓതാറുള്ളത് കുൽ എന്ന് കാഫായിട്ടാണ്. കാഫല്ല, ഖാഫായിട്ട് തന്നെ മൊഴിയണം. ഖുൽ യാ അയ്യുഹ, ഇവിടെ നന്നായി മദ്ദു ചെയ്യണം, നീട്ടിയാണ് ഓതേണ്ടത്. കാരണം യാന് ശേഷം മദ്ദിയായ അലിഫ് വന്നു, തൊട്ടു ശേഷം ഹംസയും വന്നിരിക്കുന്നു. നന്നായി മദ്ദു ചെയ്യുക. യാ അയ്യുഹ, അയ്യുഹ എന്ന പദത്തിലെ ഹാ അവ്യക്തമായി പോകാൻ പാടില്ല, വ്യക്തമാക്കണം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അടുത്ത ആയത്ത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ലാ അഅ്ബുദു, ഇവിടെയും നന്നായി മദ്ദ് ചെയ്യണം. അഅ്ബുദു എന്ന പദത്തിലെ ഐനിൽ ചിലരൊക്കെ അഅ്ബുദു അഅ്ബുദു എന്ന ഐനിൽ അല്പം ഖൽഖല അഥവാ ചലനശബ്ദം എന്ന സിഫത്ത് നൽകിക്കൊണ്ട് ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള ഓതല്ല. അഅ്ബുദു ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഇങ്ങനെയാണ് ഓതേണ്ടത്. അടുത്ത ആയത്ത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വലാ, ഇവിടെയും നന്നായി മദ്ദ് ചെയ്യണം. അൻതും എന്ന പദത്തിൽ മണിക്കണം. കാരണം സാക്കിനായ നൂനിന് ശേഷം താ ആണ്. ഇഖ്ഫാ അഥവാ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ചിലരിവിടെ അൻതും എന്ന് ഓതാറുണ്ട്. അൻ ഇഖ്ഫാ ചെയ്യുമ്പോൾ നാവിൻ്റെ തല മേലെ മുൻപല്ലിൽ തൊട്ടുകൊണ്ട് അൻതും എന്നല്ല ഓതേണ്ടത്, തൊടാതെ അൻതും ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. വലാ അൻതും ആബിദൂന, ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാ അഅ്ബുദ്, തൊട്ടുമുമ്പ് സൂചിപ്പിച്ചതുപോലെ നന്നായി മദ്ദു ചെയ്യുകയും ചെയ്യണം. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. അടുത്ത ആയത്ത് വലാ അന ആബിദും മാ അബദ്തും. വലാ അന, വലാ അന നന്നായി മദ്ദ് ചെയ്യണം. അന എന്ന് തൊട്ടു ശേഷമുള്ള പദവുമായി ചേർത്തോതുമ്പോൾ നീട്ടരുത്. നാം എപ്പോഴും ഓതേണ്ടതും തൊട്ടു ശേഷമുള്ള പദത്തോട് ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ വലാ അന ഇങ്ങനെയാണ് ഓതേണ്ടത്. പക്ഷേ വലാ അന എന്ന പദത്തിൽ നിർത്തൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ നിർത്തിയല്ല ഓതേണ്ടത്, ചേർത്തുകൊണ്ടാണ് ഓതേണ്ടത്. എങ്കിലും നിർത്തുകയാണെങ്കിൽ
അവിടെ നിർത്തുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ചോദിച്ചാൽ വലാ അന എന്നാണ്. വലാ അന ഇങ്ങനെയാണ്. അങ്ങനെയല്ല നാം ഓതേണ്ടത്, അത് മറ്റൊരു വിഷയം. ചേർത്തുകൊണ്ടാണ് ഓതേണ്ടത്. അത് എങ്ങനെയാണ്? വലാ അന ആബിദും മാ അബദ്തും. ആബിദുൻ ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആബിദും അവിടെ മണിക്കുകയും ചെയ്യണം. അബത്തും അബത്തും. വലാ അന ആബിദും മാ അബത്തും. അടുത്ത ആയത്ത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വലാ അൻതും ഇവിടെയും നന്നായി മദ്ദ് ചെയ്യുക. അൻതും തൊട്ട് മുമ്പുള്ള ആയത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മാ അഅ്ബുദ് ആ പദങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഓതുക. അവസാനത്തെ ആയത്ത് ലക്കും ദീനുക്കും വലിയ ദീൻ. ലക്കും ദി ഇൽഹാർ ചെയ്യണം. ലക്കും സുക്കൂനുള്ള മീമിന് ശേഷം ദാലാണ് വന്നത്. ഇൽഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കിയാണ് ഓതേണ്ടത്. ലക്കും ദീനുക്കും അവിടെയും മണിക്കാതെ വെളിവാക്കി ഓതണം. വലിയ ദീൻ. ലക്കും ദീനുക്കും വലിയ ദീൻ. ഇനി ഈ സൂറത്ത് നമുക്ക് സംഘമായി ഓതാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. വലാ അന ആബിദും മാ അബദ്തും. ولا أنا عابد ما عبدتم. ولا أنتم عابدون ما أعبد. ولا أنتم عابدون ما أعبد. لكم دينكم ولي دين. لكم دينكم ولي دين. ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റുകൂടാതെ ഓതി പഠിക്കുക. അല്ലാഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.